സനോജുമുണ്ട് കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം. സനോജ്, കുടുംബശ്രീ ഒരുക്കിയ പൂപ്പാടങ്ങളുടെ നടുവിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ സംസ്ഥാനത്തുടനീളം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ പൂക്കൃഷി നടക്കുന്നുണ്ട്. സനോജ് കൂടി ചേരുകയാണ്. സനോജ്, രാവിലെ ഒരു പൂന്തോട്ടത്തിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് തരത്തിലുള്ള പൂക്കളൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്? അതിനു മുമ്പ് ഈ സ്ഥലം ഏതാണ്? മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവാർപ്പ് പഞ്ചായത്തിലാണ്. നമ്മുടെ കെ അനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കെ അനിൽകുമാറിൻ്റെ ജ്യേഷ്ഠൻ അജയൻ ചേട്ടനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. കഴിഞ്ഞ വർഷവും ഈ പഞ്ചായത്തിൽ വിപുലമായ ഒരു പൂക്കൃഷി ഉണ്ടായിരുന്നു. ഇത്തവണയുമുണ്ട്. സംസ്ഥാനത്ത് മുഴുവൻ നമുക്കറിയാം, 25 വർഷങ്ങൾക്കപ്പുറം കേരളത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി അടിത്തറയിട്ട കുടുംബശ്രീ പ്രസ്ഥാനം സൃഷ്ടിച്ച വിപ്ലവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഇറങ്ങിയ സ്ത്രീകൾ കുടുംബശ്രീയിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. എന്നാൽ ഇത്തവണയും കഴിഞ്ഞ വർഷം 780 ഏക്കറിലായിരുന്നു സംസ്ഥാനത്തുടനീളം കുടുംബശ്രീ ഈ പുഷ്പകൃഷി നടത്തിയത്. ഇത്തവണ അത് 1253 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. കോട്ടയം ജില്ലയെ എടുക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ 71 പഞ്ചായത്തുകളിൽ 53 ഇടങ്ങളിൽ ഇത്തരത്തിൽ ബന്ദികൃഷി നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഈ അജയൻ ചേട്ടൻ ചേരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റാണ്. കുടുംബശ്രീയുടെ പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ട്. അവരുടെയും കൂടി അഭിപ്രായങ്ങളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് തന്നെ നമുക്ക് ചോദിക്കാം, ഈ പഞ്ചായത്തിൽ എത്രത്തോളം ഇടങ്ങളിലാണ് ഇത്തരത്തിൽ കൃഷി ഇറക്കിയിട്ടുള്ളത്? ഈ വർഷം നമ്മൾ 2, 12, 15 വാർഡുകളിലായിട്ട് 3 ഇടങ്ങളിൽ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. 2021 ഈ ഭരണസമിതി വന്ന ആദ്യ വർഷം മുതൽ തന്നെ ഒരു ഗ്രൂപ്പുകൾ കൃത്യമായി ബന്ധുകൃഷി ചെയ്തു. അതിൻ്റെ വിജയത്തിൽ നിന്നുകൊണ്ടാണ് വിവിധ വാർഡുകളിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് തന്നെ പൂക്കാലം വരവായി എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ വിത്ത് സംഭരിച്ചു കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ഈ ഭൂമി എടുക്കുന്നത്. ബാക്കി പ്രവർത്തനങ്ങളെല്ലാം ഈ തൊഴിലാളികൾ അവരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീയുടെ JLG ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകളാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അങ്ങനെ വളരെ നന്നായി ഇപ്പം നമുക്ക് ഈ ഓണ വിപണിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനത്തു നിന്ന് പൂ വരുന്നത് മാറി തിരുവാർപ്പിലെ ഓണത്തിനാവശ്യമായ പൂക്കളം സൃഷ്ടിക്കാനുള്ള മുഴുവൻ പൂവും ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാർഡിലെ ഈ പഞ്ചായത്തിലെ ഒരു കൃഷി വന്ന് വാർത്ത ചെയ്തിരുന്നു. ഇത്തവണ നമ്മൾ ഈ ബന്ദികൃഷി അടുത്ത് തന്നെ പച്ചക്കറി കൃഷിയും കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ബന്ദികൃഷി ഉള്ളതുകൊണ്ട് കീടങ്ങളും വന്നിട്ടില്ല. അതും ഒരു വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് വഴുതന ഇതെല്ലാം അവർ വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഒന്നും ഒരു തരത്തിലുള്ള കീടനാശിനി ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നില്ല. ഈ ബന്ദിപ്പൂ നിൽക്കുന്നിടത്ത് മറ്റൊരു തരത്തിലുള്ള കീടവും വരികയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിക്ക് ഇത് സഹായകരമാണ്. അപ്പോൾ ഇതൊരു സംയോജിത കൃഷി എന്ന രൂപത്തിൽ തൊട്ടപ്പുറത്ത് പയർ വിളഞ്ഞു കിടപ്പുണ്ട്. ഈ തൊഴിലാളികൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് നമ്മുടെ ജൈവ കൃഷിക്ക് മറ്റൊരു കീടനാശിനി ഉപയോഗിക്കാത്ത ഒരു ജൈവ കൃഷി മാതൃകയിൽ പച്ചക്കറി ഉൽപ്പാദനത്തിനും ഈ കൃഷി സഹായകരമാണെന്നാണ് ഞങ്ങളുടെ അനുഭവം. അപ്പോൾ സ്ത്രീകളോട് തന്നെ നമുക്ക് ചോദിക്കാം, കേരളത്തിലെ അത്തപ്പൂക്കളങ്ങൾ നിറയ്ക്കാൻ തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പൂ വരുന്നത് കാത്ത് ഇരുന്ന മലയാളിക്ക് ഇന്ന് ആ സാഹചര്യമല്ല. കേരളത്തിലുടനീളം വ്യാപകമായി ഇത്തരത്തിൽ പൂക്കൃഷി നടത്തിയ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലാളി പ്രവർത്തകരൊക്കെ നമുക്ക് ചേരുകയാണ്. ഈ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്തതാണ് നിങ്ങൾ, എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഞങ്ങൾ ഇതിനകത്ത് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും അതിൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഞങ്ങളുടെ പ്രസിഡന്റ് ആദരണീയനായ ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിന് എല്ലാവിധ പിന്തുണയും നൽകിയത്. പിന്നെ നമ്മുടെ കൃഷിഭവൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. അതുപോലെ തൊഴിലുറപ്പ് മേഖലയിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിത് നല്ല വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത്തരത്തിൽ കൃഷി ഇറക്കുന്നതോടൊപ്പം തന്നെ ഈ സർക്കാരിൻ്റെ ഓണം ബോണസ് 1000 രൂപ വെച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അത് ഓർത്ത് ഭയങ്കര സന്തോഷമാണ്. ഈ 100 കഴിഞ്ഞവരാണ്. ഈ പൂവിൻ്റെ ഇതും നല്ലൊരു പൂ വിറ്റും ഞങ്ങൾക്ക് നല്ല ഇത് കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഇത്തവണത്തെ ഓണം അങ്ങ് കളറാവും കലക്കും. ഈ പൂപ്പാടങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓണവും മനസ്സും അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നു. മനു, സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഈ പൂക്കൃഷി പദ്ധതി നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സ്ത്രീകൾക്ക് എത്രമാത്രം സന്തോഷമാണ്, അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന മാറ്റങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് ഈ പൂപ്പാടങ്ങൾ മാത്രമല്ല പൂത്തുലഞ്ഞു നിൽക്കുന്നത്, അവരുടെ മനസ്സുകൂടി പൂത്തുലഞ്ഞു നിൽക്കുകയാണ് എന്നാണ് അവരുടെ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത്. കാരണം പൂവിലൂടെ ലഭിച്ച വരുമാനം, ഒപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഓണം ബോണസ് എന്ന നിലയിൽ 1000 രൂപ. അങ്ങനെ ഈ തവണത്തെ ഓണം വളരെ കളറാകുമെന്ന് തന്നെയാണ് ഇവർ നമ്മളുമായി പങ്കുവെക്കുന്നത്. മനു, തീർച്ചയായും സനോജ്, ഒരുപാട് സന്തോഷം. ആ ചേച്ചിമാരോട് നമ്മുടെ ഒരു വലിയ സ്നേഹം പറയുക. ഇത്ര മനോഹരമായൊരു പൂന്തോട്ടം ഒപ്പം തന്നെ പച്ചക്കറിപ്പാടം ഒക്കെ ഒരുക്കിയതിൽ വേഗത്തിൽ പറഞ്ഞേക്കൂ.
ചേച്ചി, അപ്പം നമ്മുടെ മനു നിങ്ങളോട് പറയുന്നു, ആങ്കർ പറയുന്നു, നമ്മുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എന്ത് പറയുന്നു? സന്തോഷം, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പം മനു നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ സനോജ് അവിടെ നിന്ന് മറ്റ് പണികളിലേക്ക് പോയിക്കോളൂ, ഞാനും മറ്റ് വാർത്തകളിലേക്ക് പോകാം. സനോജാണ് ഈ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്.